വെൽക്കം ടു മൈ ചാനൽ. അക്കൗണ്ടൻസിയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജേണൽ ഫോളിയോ കോളം ഓഫ് ദി ലെഡ്ജർ ആൻഡ് ലെഡ്ജർ ഫോളിയോ കോളം ഓഫ് ദി ജേണൽ ആർ ഫിൽഡ് അറ്റ് ദ ടൈം ഓഫ് ഡാഷ്. ആൻസർ ഈസ് പോസ്റ്റിംഗ്. അതായത് ലെഡ്ജറിലാണ് ജേണൽ ഫോളിയോ കോളം കാണിക്കുന്നത്, അതുപോലെ ജേണലിലാണ് ലെഡ്ജർ ഫോളിയോ കോളം കാണിക്കുന്നത്. ഇത് രണ്ടും ഫില്ല് ചെയ്യുന്നത് പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. എന്താണ് പോസ്റ്റിംഗ്? The process of transferring entries from the journal to the ledger is called posting. അതായത് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് പോസ്റ്റിംഗ്. ജേണൽ ഫോളിയോ കോളം ലെഡ്ജറിലും ലെഡ്ജർ ഫോളിയോ കോളം ജേണലിലുമാണ് കാണിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജറിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പെർമനൻറ്റ് ലെഡ്ജേഴ്സ് ആൻഡ് ടെമ്പററി ലെഡ്ജേഴ്സ്. അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ പെർമനൻറ്റ് ലെഡ്ജേഴ്സ്. അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഇത് മൂന്നുമാണ് പെർമനൻറ്റ് ലെഡ്ജേഴ്സ്. പെർമനൻറ്റ് ലെഡ്ജേഴ്സ് ബാലൻസ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. ടെമ്പററി ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസിനെയാണ് ടെമ്പററി ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പററി ലെഡ്ജേഴ്സ് ക്ലോസ് ചെയ്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ പെർമനൻറ്റ് ലെഡ്ജേഴ്സ് ബാലൻസ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. ടെമ്പററി ലെഡ്ജേഴ്സ് ക്ലോസ് ചെയ്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലയബിലിറ്റി ഈസ് ഡാഷ് അക്കൗണ്ട്. ലയബിലിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് ഷോസ് ഡാഷ് ബാലൻസ്. പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ബാങ്ക് അക്കൗണ്ട് ഷോസ് ഡാഷ് ബാലൻസ്. ബാങ്ക് അക്കൗണ്ട് ഓൾസോ ഷോസ് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. All liabilities are dash account and all personal account are dash. എല്ലാ ലയബിലിറ്റീസും പേഴ്സണൽ അക്കൗണ്ടാണ്, എന്നാൽ എല്ലാ പേഴ്സണൽ അക്കൗണ്ടുകളും ലയബിലിറ്റി ആവണം എന്നില്ല. ഓൾ ലയബിലിറ്റീസ് ആർ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ നോട്ട് ലയബിലിറ്റീസ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ടൻസിയിൽ അമേരിക്കൻ റൂളും ബ്രിട്ടീഷ് റൂളുമുണ്ട്. അതിൽ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിംഗ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് റൂളാണ്. ബ്രിട്ടീഷ് റൂൾ പ്രകാരം പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ എന്നും ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതുമാണ് റൂള് പറയുന്നത്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുള്ളതാണ് റൂള് പറയുന്നത്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ് ചെയ്യണം, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റ് ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് ബാലൻസ് ഇൻ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ഡാഷ് എന്നുള്ളതാണ് ചോദ്യം. അത് അക്കൗണ്ട് റിസീവബിൾ ആണ് ആൻസർ വരുന്നത്. പേഴ്സണൽ അക്കൗണ്ടാണ്, അതിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂൾ പ്രകാരം ഡെബിറ്റ് ദ റിസീവർ ആണ്. സോ അക്കൗണ്ട് റിസീവബിൾ ആണ് ആൻസർ വരുന്നത്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ഇൻ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ഡാഷ്, അത് അക്കൗണ്ട് പേയബിൾ ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് അക്കൗണ്ട്സ് പേയബിൾ. ഡിസ്കൗണ്ട് 2 ടൈപ്സ് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ ഫോർ മേക്കിംഗ് ബൾക്ക് പർച്ചേസ്. ബൾക്ക് പർച്ചേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാറില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ ഫോർ മേക്കിംഗ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് നൽകുന്ന ഡിഡക്ഷനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്രെഡിറ്ററെ സംബന്ധിച്ച് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് അലൗഡും ഡെപ്റ്ററെ സംബന്ധിച്ച് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡുമാണ്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഡാഷ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. Accounting equation is asset is equal to capital plus liability.
Accounting equation is also known as dash. Balance sheet equation. Accounting equation is also known as balance sheet equation. അതായത് ബാലൻസ് ഷീറ്റിലെ കമ്പോണൻസിൻ്റെ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും വിളിക്കുന്നത്. When the original voucher is not available, dash voucher is used for the verification of journal entry. Answer is secondary or collateral voucher. അതായത് ഒറിജിനൽ വൗച്ചർ നഷ്ടപ്പെട്ടാൽ അതിന് പകരമായിട്ട് വേരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ കൊളാട്രൽ വൗച്ചർ ആണ്. എന്താണ് വൗച്ചർ എന്ന് പറഞ്ഞാൽ? എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് വൗച്ചർ. ഓരോ ട്രാൻസാക്ഷനും തെളിവായിട്ട് സൂക്ഷിക്കുന്ന രേഖേനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്